Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തരാൻ വേണ്ടി പോകുന്ന ഒരു വെഡിങ് പ്രിസെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലത്തെ ഒരു ഗ്രീൻ കളറിലൊരു വെഡിങ് പ്രിസെറ്റ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാ ഫോട്ടോത്തിലും നല്ല മാച്ചായിട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ തംബ്നെയിൽ കണ്ട പോലത്തെ ഒരു പിക്കിനാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിസെറ്റ് നല്ല സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പരമാവധി നല്ല ക്ലാരിറ്റി ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഔട്ട്ഡോർ ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു ഫോട്ടോയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രിസെറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാ ഫോട്ടോത്തിലും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം നമുക്ക് നേരെ ബിഫോർ ആഫ്റ്ററും കണ്ടിട്ട് വരാം. നമുക്ക് നമ്മളെ പ്രിസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത പോലെ അതേ സ്റ്റെപ്പാണ്. നിങ്ങൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് കുറേ ആഡ്സ് ഒക്കെ വരും. ആഡ്സ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്ലോക്കും ക്യാൻസലും ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐ ആം നോട്ട് എ റോബോട്ട്, ഓക്കെ, ക്ലിക്ക് ചെയ്യാറിൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ബട്ടൺ ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ, ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് വന്നിട്ട് ഒരു ചെറിയ ബോക്സ് കാണാൻ കഴിയും. ജസ്റ്റ് ആ ചെറിയ ബോക്സ് ക്ലിക്ക് ചെയ്യാം. ആ ചെറിയ ബോക്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ എബൌട്ട് ബ്ലാങ്കിൽ വേറൊരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ എത്തിയാൽ നിങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ക്യാൻസൽ അടിക്കുക, അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഒന്നും കൂടി ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒന്നിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് മാർക്ക് വീഴും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കൊരു ക്ലിക്ക് ഹെയർ ടു കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ഈ ക്ലിക്ക് ഹെയർ ടു കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ക്ലിക്ക് ഹെയർ ടു കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പേജിൽ ഓപ്പൺ ആവും. ജസ്റ്റ് അത് അവിടെ എന്തെങ്കിലും ആഡ് വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ബാക്ക് വരിക. അതിനുശേഷം നിങ്ങളുടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് 5 സെക്കൻഡ് 6 സെക്കൻഡ് എന്നിട്ട് കുറേ ടൈം പോകുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, 8 സെക്കൻഡ് 6 സെക്കൻഡ് 5 സെക്കൻഡ് എന്ന ടൈം പോകുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൈം പോയി കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ വേറൊരു പേജിലേക്ക് ഓപ്പൺ ആകുന്നതായിരിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അതായത് വെഡിങ് ഗ്രീൻ DNG എന്നിട്ടൊരു നെയിം കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ചോദിച്ചാൽ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മീഡിയ ഫയലിലേക്ക് പോകും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽസ് പോയാൽ നമ്മളെ പ്രിസെറ്റ് ഇടുന്ന ഡൗൺലോഡ് ആണെന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇവിടുന്ന് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൈറ്റ് റൂമിലേക്ക് ഈ ഒരു പ്രിസെറ്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ ഇനി ലൈറ്റ് റൂം ഓപ്പൺ ആക്കാം. ഓക്കെ, ലൈറ്റ് റൂം ഓപ്പൺ ആക്കി. ഇപ്പോൾ ഇതാണ് നമ്മളെ പ്രിസെറ്റ്, വെഡിങ് ഗ്രീൻ പ്രിസെറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് കോപ്പി സെറ്റിംഗ് ചെയ്യുക. അതായത് ട്രിപ്പിളോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി സെറ്റിംഗ് അടിക്കുക, ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഫിൽറ്റർ കോപ്പി ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ ആ ഒരു ഫോട്ടോ ജസ്റ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ട്രിപ്പിളോട്ട് ക്ലിക്ക് ചെയ്യുക. കോപ്പി സെറ്റിങ്ങിൻ്റെ അടിയിൽ പേസ്റ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്റർ നമുക്കിനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിലേക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഫിൽറ്റർ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഏതെങ്കിലും ഫോട്ടോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പേസ്റ്റ് സെറ്റിംഗ് അടിച്ചാൽ ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്റർ ഇതിനകത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.